Friends, welcome back to our channel Wealthy Life. വെൽത്തി ലൈഫിൻ്റെ വീക്ക്ലി സ്റ്റോക്ക് റെക്കമെൻഡേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരുന്ന ആഴ്ച, അതായത് 19 ഏപ്രിൽ 2021 മുതൽ 23 ഏപ്രിൽ 2021 വരെയുള്ള ആഴ്ചയിൽ വാല്യൂ ബൈയിങ് ഇൻവെസ്റ്റിംഗ് ഓപ്പർച്യൂണിറ്റിയോടൊപ്പം തന്നെ സ്വിംഗ് ട്രേഡ് ഓപ്പർച്യൂണിറ്റി കൂടി തരുന്ന സ്റ്റോക്കുകളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. വെൽത്തി ലൈഫ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഫോർ ഗെറ്റിംഗ് ഇൻസ്റ്റൻറ്റ് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആൻഡ് റെഗുലർ മാർക്കറ്റ് അപ്ഡേറ്റ്, ചാനലിൻ്റെ സൈഡിൽ നിന്നും സ്വിംഗ് ട്രേഡിന് ആവശ്യമായ അഡീഷണൽ ഇൻസൈറ്റ്സ് ലഭിക്കുന്നതിന് വേണ്ടി ജോയിൻ ബട്ടൺ എന്ന ഓപ്ഷൻ കൺസിഡർ ചെയ്യാവുന്നതാണ്. വരുന്ന ആഴ്ച വാല്യൂ ബൈയിങ് ഓപ്പർച്യൂണിറ്റിയോടൊപ്പം തന്നെ പൊസിഷണൽ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി കൂടി തരുന്ന ഒരു സ്റ്റോക്കാണ് ഗ്ലെൻമാർക്ക് ഫാർമ. നമ്മൾക്കെല്ലാവർക്കും അറിയാം, ഇന്ത്യയിൽ COVID-19 സെക്കൻഡ് വേവ് വന്നതിന് ശേഷം ഫാർമ സെക്ടറും അതുപോലെ തന്നെ താരതമ്യേന സേഫ് സെക്ടറുകളായ FMCG സെക്ടർ, IT സെക്ടർ എന്നീ സെക്ടറുകളിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് കൂടിയിട്ടുണ്ട്. ആ ഒരു അവസരത്തിൽ നമ്മൾക്ക് വരുന്ന ആഴ്ച പൊസിഷണൽ ട്രേഡ് ഓപ്പർച്യൂണിറ്റിയോടുകൂടി അപ്രോച്ച് ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ് ഗ്ലെൻമാർക്ക് ഫാർമ എന്ന സ്റ്റോക്ക്. ഈ സ്റ്റോക്ക് ഫണ്ടമെൻ്റൽ പിക്കിനേക്കാൾ വളരെയധികം പ്രോമിസിംഗ് ആയിരിക്കുന്നത് ടെക്നിക്കൽ പിക്കിലാണ്. അതായത് സ്റ്റോക്കിൻ്റെ ചാർട്ട് പാറ്റേൺ നോക്കുകയാണെങ്കിൽ, എസ്പെഷ്യലി മന്ത്ലി ചാർട്ട് പാറ്റേൺ നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഈ സ്റ്റോക്കിൽ ഒരു റൗണ്ട് ബോട്ടം പാറ്റേൺ കാണാൻ സാധിക്കും. റൗണ്ട് ബോട്ടം പാറ്റേണിന് ശേഷം സ്റ്റോക്ക് റീബൗണ്ട്സ് ചെയ്യുന്ന സമയമാണെന്ന് കൂടി നമ്മൾക്ക് പറയാം. സ്റ്റോക്കിലെ ടെക്നിക്കൽ ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതിന് മുൻപ് തന്നെ സ്റ്റോക്കിൻ്റെ വാല്യൂഷനെ കുറിച്ച് സംസാരിക്കാം. അതായത് ഏകദേശം 16,137 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള ഈ കമ്പനി ഒരു ചീപ്പ് വാല്യൂഷൻ കമ്പനിയാണ്. അതായത് ഫാർമ സെക്ടറിൻ്റെ വാല്യൂഷൻ നോക്കുകയാണെങ്കിൽ 40.55, ഈ കമ്പനിയുടെ വാല്യൂഷൻ നോക്കുകയാണെങ്കിൽ 16.87. അതോടൊപ്പം തന്നെ ഈ സ്റ്റോക്ക് സെലക്ട് ചെയ്യാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാരണം വോളിയം അനാലിസിസ് ആണ്. അതായത് ഈ സ്റ്റോക്കിൻ്റെ 1 മന്തിലെ ആവറേജ് വോളിയം ഡെലിവർ നോക്കുകയാണെങ്കിൽ അത് 25%, അതുപോലെ തന്നെ ട്രേഡഡ് ക്വാണ്ടിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ വെറും 37 ലക്ഷവുമായിരുന്നു. ലാസ്റ്റ് ട്രേഡിംഗ് സെഷനുകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അവിടെ ഈ 37 ലക്ഷത്തിൽ നിന്നും 1 കോടിയിലേക്ക് ട്രേഡഡ് ഷെയറുകളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. വോളിയം ഡെലിവർ നമ്മൾക്ക് നോക്കുകയാണെങ്കിൽ 20% മുതൽ 17%, 18% എന്നുള്ള രീതിയിലുള്ള ആവറേജ് വോളിയം ഡെലിവറിയാണ് കാണുന്നത്. ഇനി ഈ സ്റ്റോക്ക് ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ അത്ര അട്രാക്റ്റീവ് ബിഡായിട്ട് എനിക്ക് തോന്നാറില്ല. അതിന് കാരണം സ്റ്റോക്കിൻ്റെ പാസ്റ്റ് പെർഫോമൻസ് തന്നെയാണ്. അതായത് സ്റ്റോക്കിൻ്റെ പാസ്റ്റ് പെർഫോമൻസ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അവിടെ നമ്മൾക്ക് 3 ഇയർലി റിട്ടേൺ നോക്കുകയാണെങ്കിൽ അവിടെ 0.5% അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് റിട്ടേൺ ആണ് ഈ സ്റ്റോക്ക് തന്നത്. 4 ഇയർ റിട്ടേൺ നോക്കുകയാണെങ്കിലും 5 ഇയർ റിട്ടേൺ നോക്കുകയാണെങ്കിലും നമ്മൾക്ക് ലോസ് ആണ് കാണാൻ സാധിക്കുന്നത്. ഈ സമയത്ത് ഫാർമ സെക്ടർ 55% പോസിറ്റീവ് റിട്ടേണും സെൻസെക്സിൽ ഏകദേശം 42% പോസിറ്റീവ് റിട്ടേണും തന്നു. ലാസ്റ്റ് ഇയറിൽ, അതായത് പ്രത്യേകിച്ചും COVID-19 പാൻഡമിക് സിറ്റുവേഷനിൽ ഫാർമ കമ്പനികളെല്ലാം നന്നായി റണ്ണപ്പ് ചെയ്ത സമയത്ത് ഈ സ്റ്റോക്ക് ഏകദേശം 78% പോസിറ്റീവ് റിട്ടേൺ ആണ് തന്നത്. സെക്ടർ 44% റിട്ടേണും സെൻസെക്സ് 59.57% റിട്ടേണുമാണ് തന്നത്. അതിനുശേഷം ഈ സ്റ്റോക്കിൽ ഒരു ലേറ്റസ്റ്റ് മൊമെൻറ്റം അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ഒരു പ്രൈസ് മൊമെൻറ്റം ഉണ്ടായിരിക്കുന്നത് ലാസ്റ്റ് വീക്കാണ്. സ്റ്റോക്കിൽ ഏകദേശം ലാസ്റ്റ് വീക്കിൽ 7.99% ഹൈക്കാണ് നമ്മൾക്ക് കാണാൻ സാധിച്ചത്. അതായത് 16 ഏപ്രിൽ 2021 ട്രേഡിംഗ് സെഷൻ നമ്മൾക്ക് പരിശോധിക്കുകയാണെങ്കിൽ ഈ മൂവ്മെൻറ്റ് വളരെ കൃത്യമാകും. അതോടൊപ്പം തന്നെ 1 മന്തിലെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്ക് നിയർലി 20% റിട്ടേൺ തന്നു. ഫാർമ സെക്ടർ 8% റിട്ടേണും സെൻസെക്സ് -3.04% റിട്ടേണുമാണ് തന്നത്. ഇനി നമ്മൾക്ക് സ്റ്റോക്കിലെ ഇൻവെസ്റ്റിംഗ് ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ച് സംസാരിക്കാം. സ്റ്റോക്കിലെ 1 ഡേ ചാർട്ട് അനാലിസിസിലേക്ക് വരികയാണെങ്കിൽ നമ്മൾക്ക് മനസ്സിലാകും ഈ സ്റ്റോക്ക് അതിൻ്റെ 20 ഡേ എക്സ്പെൻഷ്യൽ മൂവിംഗ് ആവറേജ്, 200 ഡേ എക്സ്പെൻഷ്യൽ മൂവിംഗ് ആവറേജ്, 100 ആൻഡ് 50 ഡേ എക്സ്പെൻഷ്യൽ മൂവിംഗ് ആവറേജ് എല്ലാം ബ്രേക്ക് ചെയ്തതിന് ശേഷം സ്റ്റോക്ക് ഒരു ബോളഞ്ചിയർ ബാൻഡിൻ്റെയും അപ്പർ ബ്രേക്കൗട്ടിൽ ഒരു ബ്രേക്കൗട്ട് നൽകി ഹൈ ബുള്ളിഷ് മൊമെൻറ്റത്തിൽ നിൽക്കുകയാണ്. RSI നമ്മൾ നോക്കുകയാണെങ്കിൽ, അതായത് RSIയും അതുപോലെ തന്നെ മണി ഫ്ലോ ഇൻഡെക്സും ഓവർബോട്ട് സോണിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. പക്ഷേ വീക്ക്ലി ചാർട്ട് അനാലിസിസിലും അതുപോലെ തന്നെ മന്ത്ലി ചാർട്ട് അനാലിസിസിലും നമ്മൾ വരികയാണെങ്കിൽ നമ്മൾക്ക് ഈ സ്റ്റോക്കിലുള്ള ഇൻവെസ്റ്റിംഗ് ഓപ്പർച്യൂണിറ്റി വളരെ കൃത്യമായി മനസ്സിലാക്കാം. അതായത് മന്ത്ലി ചാർട്ട് അനാലിസിസിലേക്ക് തന്നെ വരാം. മന്ത്ലി ചാർട്ട് അനാലിസിസ് നോക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്ക് 2020 ആഗസ്റ്റ് മാസം മുതൽ ഏകദേശം 2021 മാർച്ച് മാസം വരെ ഒരു ടൈറ്റ് കൺസോൾട്ടേഷൻ ഫേസിലായിരുന്നു. ഈ കൺസോൾട്ടേഷൻ ഫേസിൻ്റെ ബ്രേക്കൗട്ടാണ് നമ്മൾക്ക് ഇപ്പോൾ കാണാൻ സാധിച്ചത്, അതായത് ലാസ്റ്റ് മന്തിൽ കാണാൻ സാധിച്ചത്. ഇനി ഈ ബ്രേക്കൗട്ട് വെച്ച് നമ്മൾ ഇൻവെസ്റ്റിംഗ് ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ 2 തരത്തിലുള്ള പൊസിഷണൽ ട്രേഡ് ഓപ്പർച്യൂണിറ്റിയാണ് ഇവിടെ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. ഒന്നാമത്തെ പൊസിഷണൽ ട്രേഡ് ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ സ്റ്റോക്കിൽ
ഈ സ്റ്റോക്ക് അതിൻ്റെ 530 എന്ന ലെവൽ അല്ലെങ്കിൽ ഈ സ്റ്റോക്ക് അതിൻ്റെ 571 എന്ന ലെവലിൽ നിന്നും റീട്രേസ് ചെയ്ത് 530 എന്ന ലെവലിലേക്ക് വന്ന് സപ്പോർട്ട് എടുക്കുന്ന സമയത്ത് നമ്മൾക്ക് ഈ 530 മുതൽ 500 വരെയുള്ള റേഞ്ചിൽ ഈ സ്റ്റോക്കിൽ എൻട്രി ചെയ്ത് ഏകദേശം 700 രൂപയുടെ ടാർഗറ്റ് അല്ലെങ്കിൽ സേഫ് ടാർഗറ്റ് നോക്കുകയാണെങ്കിൽ 640 രൂപയുടെ ടാർഗറ്റ് എയിം ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ ഈ സ്റ്റോക്ക് അതിൻ്റെ 600 എന്ന് പറയുന്ന റേഞ്ച് ക്രോസ് ചെയ്യുമ്പോൾ നമ്മൾക്കൊരു ഇൻവെസ്റ്റിംഗ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് കൺസിഡർ ചെയ്ത് 600 എന്ന ലെവലിൽ ഈ സ്റ്റോക്കിൽ എൻട്രി ചെയ്തതിന് ശേഷം നമ്മൾക്ക് ഈ സ്റ്റോക്കിൽ 700 എന്ന ടാർഗറ്റ് എയിം ചെയ്യാവുന്നതാണ്. വരുന്ന ആഴ്ചകളിൽ സ്വിംഗ് ട്രേഡ് ഓപ്പർച്യൂണിറ്റി തരാൻ കേപ്പബിലിറ്റി ഉള്ള മറ്റൊരു പ്രധാനപ്പെട്ട സ്റ്റോക്കാണ് വി-ഗാർഡ് ഇൻഡസ്ട്രീസ്. വി-ഗാർഡ് ഇൻഡസ്ട്രീസ് എന്ന സ്റ്റോക്ക് ഏകദേശം 10,128 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയാണ്. കമ്പനിയുടെ പ്രധാനപ്പെട്ട അട്രാക്ഷൻ ഇലക്ട്രിക്കൽ കൺസ്യൂമർ ഗുഡ്സ് സെക്ടറിലെ ഒരു വാല്യുവേഷൻ ഉള്ള കമ്പനിയാണ്. സെക്ടറിൻ്റെ വാല്യുവേഷൻ നോക്കുകയാണെങ്കിൽ 72.45 കമ്പനിയുടെ വാല്യുവേഷൻ 61.32 ഡിവിഡൻഡ് ഈൽഡ് നോക്കുകയാണെങ്കിൽ വളരെ നെഗ്ലിജിബിൾ ഡിവിഡൻഡ് ഈൽഡ് തരുന്ന ഒരു കമ്പനിയാണ്. സ്റ്റോക്കിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത സ്റ്റോക്കിൻ്റെ ഹെവി കൺസോളിഡേഷനും അതുപോലെ തന്നെ ലോ ബീറ്റയുമാണ്. അതായത് ഈ സ്റ്റോക്കിൽ അത്ര വലിയ ഹൈക്കോ അല്ലെങ്കിൽ അത്ര വലിയ ഫോളോ നമ്മൾക്ക് കാണാൻ സാധിക്കില്ല. അതുകൊണ്ടൊരു സ്വിംഗ് ട്രേഡ് പോയിൻ്റ് ഓഫ് വ്യൂ നമ്മൾക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ്. ഇനി സ്റ്റോക്കിലെ വോളിയം അനാലിസിസിലേക്ക് വരാം. അതായത് 1 മന്തിലെ ആവറേജ് വോളിയം അനാലിസിസ് നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് 10 lakh ഷെയറുകൾ ട്രേഡഡ് ആവുകയും അതിൽ ഏകദേശം 38% ഷെയറുകൾ ഡെലിവറി ആവുകയും ചെയ്തിരുന്നു. ലാസ്റ്റ് ട്രേഡിംഗ് സെഷനുകളിലെ വോളിയം അനാലിസിസ് നോക്കുകയാണെങ്കിൽ അത് 10 lakhൽ നിന്നും ഡിക്ലൈനായി 3 lakh അതുപോലെ തന്നെ 6 lakh എന്നീ ക്വാണ്ടിറ്റികളിലേക്ക് കുറഞ്ഞിട്ടുണ്ട്. വോളിയം ഡെലിവറി നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് ട്രേഡിംഗ് സെഷനിൽ 15.54% ഡെലിവറിയും അതിന് തൊട്ട് മുന്നുള്ള ട്രേഡിംഗ് സെഷനിൽ 40% വോളിയം ഡെലിവറിയുമാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിൻ്റെ പെർഫോമൻസ് അനാലിസിസിലേക്ക് വരാം. 1 വീക്കിൽ ഈ സ്റ്റോക്ക് -2.16% നെഗറ്റീവ് റിട്ടേൺ ആണ് തന്നത്. ഇലക്ട്രിക്കൽ കൺസ്യൂമർ സെക്ടർ -3% നെഗറ്റീവ് റിട്ടേണും സെൻസെക്സിൽ -1.5% കറക്ഷനുമാണ് ഉണ്ടായത്. 1 മന്തിൽ സെൻസെക്സ് 3% നെഗറ്റീവ് റിട്ടേൺ തന്നപ്പോൾ വി-ഗാർഡ് ഇൻഡസ്ട്രീസ് -1.26% നെഗറ്റീവ് റിട്ടേണും സെൻസെക്സ് -0.5% ഫ്ലാറ്റ് റെസ്പോൺസുമാണ് തന്നത്. 1 ഇയറിലെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്ക് 46% പോസിറ്റീവ് റിട്ടേൺ തന്നു. സെക്ടർ 49% പോസിറ്റീവ് റിട്ടേണും സെൻസെക്സ് 59% പോസിറ്റീവ് റിട്ടേണുമാണ് തന്നത്. ലോങ് ഇയർ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ അതായത് 3 ഇയറും 5 ഇയറും ചാർട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ നമ്മൾക്ക് സ്റ്റോക്കിൽ ഹ്യൂജ് കൺസോളിഡേഷനാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഈ സ്റ്റോക്ക് 3 ഇയർ പെർഫോമൻസിൽ ഫ്ലാറ്റ് റിട്ടേൺ ആണ് തന്നത്. സെക്ടർ 49% റിട്ടേണും സെൻസെക്സ് 42% ഗെയിനും തന്നു. സ്റ്റോക്കിൻ്റെ ലോങ് ഇയർ ചാർട്ട് പാറ്റേൺ നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ സ്റ്റോക്കിൽ ടൈറ്റ് റേഞ്ച് ബൗണ്ട് മൂവ്മെൻറ്റും അതിനുശേഷം ഒരു റാലിയും അതിനുശേഷം എഗെയിൻ കൺസോളിഡേഷനാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. ലേറ്റസ്റ്റ് മൂവ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ 2017 മുതൽ ഈ സ്റ്റോക്ക് ഒരു കൺസോളിഡേഷൻ റേഞ്ചിൽ തന്നെയാണ്. ഈ റേഞ്ചിനിടയ്ക്ക് സ്റ്റോക്ക് ഒരുപാട് സ്വിംഗ് ട്രേഡ് ഓപ്പർച്യൂണിറ്റീസുകളും തന്നിട്ടുണ്ട്. ഇനി സ്റ്റോക്കിൻ്റെ സ്വിംഗ് ട്രേഡ് ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ച് മനസ്സിലാക്കാം. സ്വിംഗ് ട്രേഡ് ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടി 1 ഡേ ചാർട്ട് അനാലിസിസിലേക്ക് കടക്കാം. 1 ഡേ ചാർട്ട് അനാലിസിസ് നോക്കുകയാണെങ്കിൽ സ്റ്റോക്കിൻ്റെ നിയർ ടൈം ടാർഗറ്റായിട്ട് 250 രൂപ എന്ന റേഞ്ച് വന്നിട്ടുണ്ട്. ഈ റേഞ്ചിലേക്ക് സ്റ്റോക്ക് പല പ്രാവശ്യം അപ്രോച്ച് ചെയ്യുകയും അവിടെ നിന്നും കൂൾ ഓഫ് ആവുകയും ചെയ്തിട്ടുണ്ട്. ലേറ്റസ്റ്റ് ആക്ടിവിറ്റി നമ്മൾ നോക്കുകയാണെങ്കിലും 250 രൂപ 250 രൂപ എന്ന ലെവലിന് മുകളിൽ ഒരു ബ്രേക്കൗട്ടിന് സ്റ്റോക്ക് ശ്രമിച്ചെങ്കിലും അവിടെ നിന്നും വീണ്ടും സ്റ്റോക്ക് കൂൾ ഓഫ് ആകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. അതോടൊപ്പം തന്നെ സ്റ്റോക്ക് അതിൻ്റെ 20-ഡേ എക്സ്പെൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിന് താഴെയാണ് സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ 20-ഡേ എക്സ്പെൻഷ്യൽ മൂവിംഗ് ആവറേജിനും അതുപോലെ തന്നെ 50-ഡേ എക്സ്പെൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിനും ഇടയിൽ ഒരു ബിയറിഷ് അല്ലെങ്കിൽ നെഗറ്റീവ് ക്യാൻഡിലാണ് ഫോം ചെയ്തിരിക്കുന്നത്. ഈ അവസരത്തിൽ ഇനി വരുന്ന ക്യാൻഡിൽ ഡിപ്പെൻഡൻസി അനുസരിച്ച് നമ്മൾക്കൊരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി പരിശോധിക്കാവുന്നതാണ്. അതായത് 20-ഡേ എക്സ്പെൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിൽ സസ്റ്റെയിൻ ചെയ്യുന്ന ഒരു ക്യാൻഡിലാണ് വരുന്നതെങ്കിൽ അവിടെ നിന്ന് നമ്മൾക്ക് അപ്സൈഡിലേക്കുള്ളൊരു സ്വിംഗ് ട്രേഡ് ഓപ്പർച്യൂണിറ്റി പരിശോധിക്കാം. അതുപോലെ സ്റ്റോക്കിൽ അല്പം ബിയറിഷ്നെസ് ആണ് വരുന്നതെങ്കിൽ അതായത് വോളിയം അനാലിസിസിൽ നമ്മൾ കണ്ടതാണ് വോളിയം കണ്ടിന്യൂസ്ലി ഡിക്രീസ് ആകുന്നുണ്ട്. അതുകൊണ്ട് ഒരു ബിയറിഷ് ക്യാൻഡിലാണ് ഫോം ചെയ്യുന്നതെങ്കിൽ സ്റ്റോക്ക് അതിൻ്റെ നിയർ ടൈം ബെസ്റ്റ് ബൈയിങ് സോണിലേക്ക് എത്തുന്നതാണ്. അതായത് സ്റ്റോക്കിൻ്റെ നിയർ ടൈം ബെസ്റ്റ് ബൈയിങ് സോൺ നോക്കുകയാണെങ്കിൽ സ്റ്റോക്കിൻ്റെ 100-ഡേ എക്സ്പെൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചായ 218 മുതൽ അല്ലെങ്കിൽ 215 വരെയുള്ള റേഞ്ചാണ്. ഈ റേഞ്ചിലേക്ക് സ്റ്റോക്ക് എത്തുകയാണെങ്കിൽ ഈ റേഞ്ചിൽ സ്റ്റോക്ക് നമ്മൾക്ക് അക്യുമുലേറ്റ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ ബൈ ചെയ്യാവുന്നതാണ്. അവിടെ നിന്ന് നമ്മൾക്ക് 250 രൂപയുടെ ഒരു ടാർഗറ്റ് എയിം ചെയ്യാവുന്നതാണ്. സ്റ്റോക്കിൻ്റെ 20-ഡേ എക്സ്പെൻഷ്യൽ മൂവിംഗ് ആവറേജ് സപ്പോർട്ടായിട്ട് വരുന്നത് 200 എന്ന റേഞ്ചുമാണ്.
വരുന്ന ആഴ്ച വാല്യൂ ബൈയിങ് ഓപ്പർച്യൂണിറ്റിയോടൊപ്പം തന്നെ സ്വിംഗ് ട്രേഡ് ഓപ്പർച്യൂണിറ്റി കൂടി തരുന്ന ഒരു സ്റ്റോക്കാണ് എം എന്ന സ്റ്റോക്ക് നമ്മൾക്ക് മൺസൂൺ തീം ബേസും അതുപോലെ തന്നെ അഗ്രികൾച്ചർ തീം ബേസും ഇൻവെസ്റ്റിംഗ് ഓപ്പർച്യൂണിറ്റിയോടുകൂടി കൺസിഡർ ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ്. ഇനി എമ്മിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് നോക്കുകയാണെങ്കിൽ 1,21,046 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പാണ് ഈ കമ്പനിക്കുള്ളത്. സെക്ടർ വാല്യൂഷനെ വെച്ച് നോക്കുകയാണെങ്കിൽ കമ്പനി ബെസ്റ്റ് വാല്യൂഷനിലാണ് അവൈലബിൾ ആയിരിക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റോക്കിൻ്റെ ട്രേഡഡ് വോളിയം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ട്രേഡഡ് വോളിയവും അതുപോലെ തന്നെ ഡെലിവറി പെർസെൻറ്റേജ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഡെലിവറി പെർസെൻറ്റേജും ട്രേഡഡ് വോളിയവും സ്റ്റോക്കിൽ നല്ലൊരു അക്കുമുലേഷൻ നടക്കുന്നു എന്നുള്ള ഇൻഡിക്കേഷനാണ് തരുന്നത്. പെർഫോമൻസ് അനാലിസിസിലേക്ക് കടക്കുകയാണെങ്കിൽ 1 വീക്കിൽ ഈ സ്റ്റോക്ക് 3.89% റിട്ടേൺ ആണ് തന്നത്. അതായത് സ്റ്റോക്കിൽ മൊമെൻറ്റം വന്നു തുടങ്ങി എന്നതിൻ്റെ ഇൻഡിക്കേഷനാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ 1 മന്തിലെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്ക് -2.43% നെഗറ്റീവ് റിട്ടേണും സെക്ടർ 4.8% നെഗറ്റീവ് റിട്ടേണും സെൻസെക്സ് 3% നെഗറ്റീവ് റിട്ടേണുമാണ് തന്നത്. അതായത് ഈ സ്റ്റോക്ക് 1 മന്തിൽ ഈ സ്റ്റോക്ക് അതിൻ്റെ 900 എന്ന് പറയുന്ന മാർക്കറ്റ് പ്രൈസ് അച്ചീവ് ചെയ്തതിന് ശേഷം ഈ സ്റ്റോക്കിൽ നമ്മൾക്ക് നല്ല രീതിയിലുള്ള ഒരു കറക്ഷൻ കാണാൻ സാധിച്ചു. ആ കറക്ഷനിൽ നിന്നും സ്റ്റോക്ക് റിക്കവർ ആകുന്ന ഫേസ് ആയിട്ട് വേണം ഈ ഫേസിനെ കൺസിഡർ ചെയ്യാനുള്ളത്. ഇനി സ്റ്റോക്കിൻ്റെ 1 ഇയർ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 130% റിട്ടേൺ തന്ന സ്റ്റോക്കാണ്. സെക്ടർ ഓട്ടോമൊബൈൽ സെക്ടർ 84% റിട്ടേണും സെൻസെക്സ് 59% റിട്ടേണുമാണ് തന്നത്. ലോങ് ഇയർ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം 3 ഇയേഴ്സ് ബിഫോർ ഓട്ടോമൊബൈൽ സെക്ടർ അണ്ടർ പ്രഷറിലായിരുന്നു. അതിൻ്റെ റിഫ്ലക്ഷൻ എം എന്ന സ്റ്റോക്കിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും. സ്റ്റോക്കിലെ ഇൻവെസ്റ്റിംഗ് ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ച് പരിചയപ്പെടാം. അതായത് സ്റ്റോക്ക് അതിൻ്റെ വീക്കിലി ചാർട്ട് അനാലിസിസിലേക്ക് പോവുകയാണെങ്കിൽ സ്റ്റോക്ക് അതിൻ്റെ 20 വീക്ക് എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിൽ വന്ന് സപ്പോർട്ട് എടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അതായത് ഏകദേശം 780 രൂപ മുതൽ 820 രൂപ വരെയുള്ള റേഞ്ച്, അതായത് കറണ്ട് മാർക്കറ്റ് പ്രൈസിനിടയ്ക്കുള്ള പ്രൈസിൽ നമ്മൾ ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ സ്റ്റോക്കിൻ്റെ ഫസ്റ്റ് ടാർഗറ്റായിട്ട് 850 രൂപയും അതുപോലെ തന്നെ സബ്സിക്വൻ്റ്ലി ഈ സ്റ്റോക്കിൽ നമ്മൾക്ക് 900 മുതൽ 950 രൂപ വരെയുള്ള ടാർഗറ്റ് കാണാൻ സാധിക്കും. വിവിധ ബ്രോക്കേജ് ഏജൻസികൾ ഈ സ്റ്റോക്കിന് 1000 മുതൽ 1050 രൂപ വരെയുള്ള ടാർഗറ്റാണ് നൽകിയിരിക്കുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്